നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചായ ഓ ചായ. മുഖത്തെന്താ ഒരാശങ്ക? എല്ലാം നന്നായി വരും. എന്റെ ഭാര്യയുടെ മുഖത്തെ ആശങ്ക ഒരിക്കലും മാറില്ല ജോത്സരെ. ഗൗതമന്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകളാ ഇവൾ അലട്ടുന്നത്. അത് പിന്നെ ചിന്തിക്കാതെ പറ്റുമോ? 30 വയസ്സിനുള്ളിൽ ദീർഘസുമംഗല യോഗമുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്തണ്ടേ? അതെ, അതിനുള്ളിൽ ഉത്തമ യോഗമുള്ള ഒരു വധുവിനെ കണ്ടെത്തി വിവാഹം നടത്തിയില്ലെങ്കിൽ അത് ഗൗതമന്റെ ആയുസിന് തന്നെ അപകട. അവന് 30 വയസ്സ് തികയാൻ ഇനി 48 ദിവസം കൂടിയുള്ളൂ. വരുന്ന മരുമകള് എല്ലാം കൊണ്ടും ഈ കുടുംബത്തിന് അനുയോജ്യമാകുമെന്ന് ഉറപ്പിക്കാം. അത് മതി. ജോത്സരുടെ നാവിന്ന് അത് കേട്ടപ്പോ എന്റെ മനസ്സിനൊരു തണുപ്പ് വീണു. പക്ഷേ എന്താ ജോത്സരെ? ജാതകപ്പൊരുത്തം മാത്രം നോക്കി ഗൗതമന്റെ വിവാഹം നടത്താൻ ഈ കുടുംബത്തിലെ തമ്പുരാട്ടി സമ്മതിക്കോ? വസുന്ധര വരുന്നുണ്ട്. എടി നീയായിരുന്നോടി കാന്താരി. നീ എന്തിനാ വസുന്ധരയുടെ ചെരുപ്പെടുത്തിട്ടത്? ചുമ്മാ നിങ്ങളേക്കൊന്ന് വരട്ടെ. എന്നെ ഇവിടെ ആർക്കും പേടിയില്ലല്ലോ. വസുന്ധര ആന്റിയാണെന്ന് കരുതിയെങ്കിലും പേടിക്കണമെങ്കിൽ പേടിക്കേണ്ടെന്ന് കരുതി. ഓ, നിന്റെ കുറുമ്പിത്തിരി കൂടുന്നുണ്ടേ. അതെ, ആന്റി എല്ലാരും പേടിക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാതെ. ഇരിക്കമ്മേ. ആക്ച്വലി ഈ കുടുംബത്തിന്റെ വിളക്കാ വസുന്ധര ആന്റി. അതെ, ഗൗതമേട്ടനെ നിലയിലെത്തിച്ചത് ആന്റി ഒരൊറ്റ ഒരാളാ. കുട്ടികൾക്കെല്ലാം വസുന്ധര വലിയ മതിപ്പാണല്ലോ. അതെ ജോത്സരെ, എന്റെ മക്കൾക്ക് എല്ലാ കഥകളും പറഞ്ഞു കൊടുത്താ ഞാൻ വളർത്തിയത്. ബിസിനസ് തകർന്ന അവസ്ഥയിൽ നിന്ന് എന്നെ കരകയറ്റിയത് വസുന്ധരയാ. അച്ഛൻ അവൾക്ക് കൊടുത്ത സ്വത്തുകൂടി എനിക്ക് തന്നതുകൊണ്ടാ ഞാനെന്ന് ആത്മഹത്യ ചെയ്യാതിരുന്നത്. സ്വന്തം ജീവിതം പോലും മറന്ന അവൾ ഈ കുടുംബത്തിനു വേണ്ടി ജീവിച്ചത്. മതി അച്ഛൻ മതി. ഇനി സംസാരിച്ചാലേ അച്ഛൻ കരയും. വസുന്ധര വന്നു. സെക്യൂരിറ്റി. ഹേയ് സെക്യൂരിറ്റി! ഇയാളിത് എവിടെ പോയി കിടക്കുക?
ക്ഷമിക്കണം മാഡം. ഡാം ഇറ്റ്. വസുന്ധരയ്ക്ക് എന്തിനു ഒരു ഡിസിപ്ലിൻ വേണമെന്നറിയില്ലേ? ഡിഗ്നിറ്റി, ഡിസിപ്ലിൻ, ഇത് രണ്ടും ചേരുന്നതാണ് വസുന്ധര. മാറി നിൽക്കടോ അങ്ങോട്ട്. ഏട്ടാ, ഈ മാസത്തെ ഇയാളുടെ ശമ്പളത്തിൽ നിന്ന് പാതി കട്ട് ചെയ്തേക്ക്. അപ്പൊ ഇയാൾക്ക് ബുദ്ധി വരും. ശരി വസു. ഗൗതം, ഗൗതം. നമസ്തേ. നമസ്കാരം ജോത്സരെ. ഏട്ടാ, ഗൗതം എവിടെ? ആക്ച്വലി അവന് വേണ്ടിയാ ഞാൻ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോയിട്ട് വന്നത്. തെറ്റായി തോന്നരുത്. ഈ വീട്ടിൽ വസുന്ധര പറയുന്നതാ നിയമം. ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന കാശ് ഞാൻ വേറെ തന്നോളാം. ഉം? ശരി. അമ്മേ, ഞാൻ എത്തുന്നതിന് മുമ്പ് നീ പുറത്തു പോകുമെന്ന് ഞാൻ ഭയന്നു. അമ്മ വരാതെ ഞാൻ പുറത്തു പോവോ? എന്നെ അനുഗ്രഹിക്കണേ. എന്റെ അനുഗ്രഹം നിനക്കെന്നും ഉണ്ട്. നീ ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് പറക്കണം. മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് അമ്മേ. ഇത് സാധാരണ ബൊക്കെയല്ല, അമ്മ എനിക്ക് തരുന്ന ഗിഫ്റ്റാ. അമ്മയില്ലെങ്കിൽ ഞാനില്ല, ഞാനെന്നല്ല ഈ കുടുംബമേ ഇല്ല. ശരി, നിന്റെ വാച്ച് ഒന്ന് ഒരുക്കേ. അതെന്തിനാ? എടാ, ഇപ്പൊ നിന്റെ റേഞ്ചൊക്കെ മാറി. നീ ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യങ് ബിസിനസ്മാനാ. അഴിക്ക്. വാവ്, സൂപ്പർ. താങ്ക്സ് അമ്മ. ഗൗതം, ഈ വാച്ചിൽ ഓടുന്ന ഓരോ സെക്കൻഡ്സും നീ എന്നെ മാത്രം ഓർത്തുകൊണ്ടിരിക്കണം. ഗോട്ട് ഇറ്റ്?